നമുക്കേ ഇതാ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അല്ല അതവിടെ കേട്ടാ അവിടെ പോസ് അവിടെ പിന്നെ ഈ സന്തോഷേട്ടന്റെ കൊമ്പ് വെട്ടിയിരിക്കുന്നു. അതെന്താണ്? എല്ലാ ആനകളുടെയും കൊമ്പ് വെട്ടും. എല്ലാ ആനകളുടെ കൊമ്പ് വെട്ടും എന്തിനാണ്? എല്ലാ ആനകളുടെ പിടിയാനകളുടെ അല്ലട്ടാ, കൊമ്പനാനകളുടെ. അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അതിന് അതിന്റെ തുമ്പിക്കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയൂല. കാട്ടിലുള്ളതിനൊക്കെ ആര് വെട്ടി കൊടുക്കും? അല്ല, കാട്ടിലെ തെങ്ങുന്ന കാര്യം തേങ്ങടലി ഈ കൊമ്പ് കട്ട് ചെയ്യൂലേ? ആക്രമണം വിചാരിക്കാനാടാ കൊമ്പ് കട്ട് ചെയ്യണത്. എനിക്ക് കൊമ്പാ അത് നീട്ടം കൂടി കൂടുമ്പോ താഴത്ത് തട്ടു, അല്ലെങ്കിൽ അപ്പൊ കാട്ടിലുള്ളതിലൊക്കെ എന്താ? കാട്ടിലുള്ളത് വന്നിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കാ കൊമ്പ് ഉള്ളിൽ തുമ്പിക്കുള്ളിൽ ഫോർ എക്സാമ്പിൾ എന്തോ ആയിക്കോട്ടെ. ഇതാണ് സന്തോഷ്. ഇത് കൃഷ്ണ, സന്തോഷിന്റെ മൂത്ത മോനെ കൃഷ്ണ. ഇത് ബാമയാണ് സന്തോഷിന്റെ പെണ്ണുങ്ങള്. ഇത് മൂത്ത മോന്. ഇത് രണ്ടും ഇപ്പോൾ ഇരട്ട കുട്ടികളാണ്. ഒന്ന് രാഗും പിന്നെ മറ്റൊന്നാണ് ബൊമ്മിയ. ഇപ്പം രണ്ടാളെ ഇളയ മക്കള്. എന്നാ കൊടുക്കണം, അതിപ്പോൾ തീരും പരിപാടി. ബാക്കിയുള്ള കുറെ കുടുംബക്കാരുണ്ട്, ആരാന്ന് അറിയില്ല. അപ്പൊ സാറ് പറഞ്ഞത് കുറച്ചൊക്കെ അംഗീകരിച്ചു കൊടുക്കല്ലേ? കുറച്ച് തന്നെ പറ്റുള്ളൂ. എനിക്ക് മൂപ്പർ ആ ഒരു റിപ്ലൈ തരുമ്പോ പ്രോപ്പറായിട്ട് ഒരു കോൺഫിഡൻറ്റിൽ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അതെ പറഞ്ഞു മകള് എന്തോ ആയിക്കോട്ടെ. ഏതാണ് സാധനം കാണിച്ചേ? മുത്തുമണി ഞങ്ങൾ കഷ്ടപ്പാടിനെ കുറിച്ച് മനസ്സിലായി. ഇതങ്ങനെ ഉണ്ടാവും, ഒന്നും ചെയ്യില്ല. അപ്പൊ ഇതിന് ഭക്ഷണം കഴിക്കാൻ പ്രയാസം. തുമ്പിക്ക് താളമൊക്കെ എടുക്കും, പൊക്കത്തിലുള്ള ചോറാണ്. ആനക്ക് ചോറുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഉരുളാക്കിയിട്ട്. എന്തൊക്കെയാണ് സാധനം? എന്താ കണ്ടന്റ് എന്തൊക്കെയായിരുന്നു? ചോറ്, ചക്കരുണ്ട്, ചോറുണ്ട്, പിന്നെ തേങ്ങ ഉണ്ട് അല്ലേ? ഇത് എഴുതിയിരിക്കണം, വായിക്കാറിയുന്ന വായിച്ചോളൂ. ഇംഗ്ലീഷ് ഉണ്ട്. രാഗി, റൈസ്, സാൾട്ട്, ജാഗരി, മിനറൽ മിക്സ്ചർ, കൊക്കനട്ട് ആൻഡ് അതൊക്കെ കൂടി ഇതെന്താ കാട്ടുക എന്നുള്ളത് ബാക്കിൽ എഴുതി വെച്ചിരിക്കണം. പിന്നെ ഇതും എഴുതി വെച്ചിരിക്കണം. നമ്മൾ കരിമ്പൊക്കെ അത് കൊണ്ടുപോകും. കരിമ്പൊക്കെ ഇവിടെ വെട്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ വില ഇതെന്താ? ഫീമെയിൽ, അഡൾട്ട്, ഏജ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഇങ്ങനെ പോകും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർക്ക് ഇങ്ങനെ ഉരുട്ടി വെച്ച് കൊടുക്കും. ജുംബു ക്ഷീണിച്ചിരിക്കണം കേട്ടോ. കണ്ടാ സാരി നിൽക്കണം അവിടെ. ഒരു ബെല്ലടിച്ചിരിക്കണ്. മറ്റേ തിന്നാൻ കൊടുക്കണതാ. ചെറിയ അതിന്റെ സാധനം ചെറുതായി, അത് ചെറുതാക്കിയാണ്. ലാസ്റ്റ് ബിസ്മില്ലാണ് ചെറിയ ഉരുളായതുകൊണ്ട് നോക്കണ്ട. വലിയ ഉരുള എതിരെ കൊടുത്തിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് എന്താ വെച്ചാൽ അവളം വരില്ലോ, ബിസ്മില്ല വരല്ലോ. ആ സംഭവം ഉണ്ടായപ്പോ ലാസ്റ്റ് കരിമ്പ് തേങ്ങ മറ്റേ ഉരുളയാണ് വലിയ തേങ്ങ. പിന്നെ വലുപ്പം കൂട്ടാറ്റില്ലല്ലോ. ചെറിയൊരു തീറ്റുണ്ട്. എന്തായാലും സംഗതി ഒരു പറഞ്ഞത്. ലാസ്റ്റ് ഉള്ളതിന്റെ പേരെന്താണ്? ബൊമ്മി. ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അവിടെ, പക്ഷെ ബൊമ്മി തന്നെയാണ്. ഇതാണ് ബൊമ്മി കുട്ടി. ഇത് രാഹു. ഏത് മൂവി? മൂവി ഉണ്ട്. ഓസ്കാർ അവാർഡ് ഇവർക്കില്ല. രഘുനെ കൂട്ടിയിട്ടില്ല. രഘു ഫാമിലിക്ക് ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ ടീമാണ് നിൽക്കണൊക്കെ.
പരിപാടി എന്തായാലും ഓക്കെയാണ്, അടിപൊളിയാണ്. ബെല്ലടിക്കാൻ പോവാണ് കേട്ടോ കാറ്. ഇത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യും? വളരെ അച്ചടക്കമുള്ള നമ്മളെ മാതിരൊന്നുമല്ല. നമ്മളെന്ത് ചെയ്യണോ പട്ടേന്ന് അടിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് ഒരു സാറുമാരെ ഒരു അടി അതിന് പൊയ്ക്കോളൂ. വേറെ ഒന്നുമില്ല ചോദിക്കാനും പറയാം. അല്ലാതെ നമ്മളെ സ്കൂളിൽ അടിക്കുന്ന മാതിരി എന്ത് പടപടേന്നൊന്നും വേണ്ട. ഒറ്റയടി അടിച്ച് പിള്ളേരൊക്കെ ഇറങ്ങിട്ടാ ബെല്ലടിച്ച് സാധനം പോയി. വരാൻ വേണ്ടി എന്താ ചീച്ചി വത്തുണ്ട് പോണ പോക്കിലൊരു കരിമ്പറ്റ പോണ ഫോട്ടോസ് അവിടെ ഞാൻ വീഡിയോ ക്യാമറ നമുക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കാണ്ട് ഇങ്ങനെ ടീമൊക്കെ പോവണ്ട. തൃശ്ശൂരാ? ഇന്നലെ അവരൊക്കെ പോയി. എന്താ ബനെന്താ പോകത്തെ? 30 ഉറുപ്പ്യ ഉണ്ട് അത് കാണാൻ ടിക്കറ്റ്. അവിടെ മാനെ കൊടുത്തിട്ടാ കൂടെ മോനെ മാന് കൊള്ളാം. എന്തായാലും നല്ല അടിപൊളിയായി സ്ഥലം. ഞങ്ങൾ പോവാട്ടോ.